സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് ആരാ പറയുന്നത്? പിതാവിൻ്റെ ഇഷ്ടം പുസ്തകത്തിലുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചെൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചെൻ്റെ സ്നേഹത്തിൽ. അതാ പിതാവിൻ്റെ ഇഷ്ടം. പിതാവ് പുത്രനെ അയച്ചത് ഈ പുത്രൻ്റെ ഇഷ്ടം മുഴുവൻ നമ്മൾ നിറവേറ്റുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയില്ല. അതാ റൂട്ട് മാപ്പ്. അതിൽ കൂടി അല്ലാതെ നമുക്ക് പോകാൻ വേറെ വഴിയില്ല. അതാ ഈ ഉപദേശം സഭയെ പഠിപ്പിക്കണമെന്ന് ഞങ്ങളൊക്കെ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. സ്വർഗത്തേക്ക് പോകാനുള്ള വഴിയാണ് പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, കർത്താവ് പഠിപ്പിച്ചത്. മറ്റാരും സ്വർഗത്തേക്ക് പോകാനുള്ള വഴിയൊന്നും പഠിപ്പിച്ചില്ല. നിങ്ങൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചാൽ സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള ഒരു വഴി, ഒരു റൂട്ട് മാപ്പ് അവിടെയെങ്കിലും ഇല്ല. ഈ സമയത്ത് പുതിയ നിയമത്തിൽ അനേക ഭാഗങ്ങൾ കിടപ്പുണ്ട്. അതാരും ഒട്ട് പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. അതിൻ്റെ പരിണിത ഫലമായി സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളൊരു ദർശനം വിശ്വാസികളിൽ നഷ്ടമായിരിക്കുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൽ സന്തോഷിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. വിദേശത്ത് പോയ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അവർ 5-6 വർഷം കഴിഞ്ഞ് ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ നമ്മൾ വളരെ താല്പര്യത്തോടെ, ദാഹത്തോടെ, പ്രാർത്ഥനയോടെ നമ്മൾ എയർപോർട്ടിൽ പോയി കാത്തിരിക്കും, അല്ലേ? എന്തൊരു കാത്തിരിപ്പാണ്. സ്തോത്രം. ഞാൻ കാത്തിരിപ്പൊക്കെ ദൈവസന്നിധിയിലായിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾക്ക് വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ പല വിഷയങ്ങൾക്ക് വേണ്ടി, ആത്മീയ വർധനവും വളർച്ചയ്ക്കും വേണ്ടി കാത്തിരിക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുക. കർത്താവിൽ നിന്ന് നമുക്ക് വചനത്തിൻ്റെ വെളിപ്പാടുകൾ ലഭിക്കാതെ ആ വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് നമുക്കത് തരണം. ഞങ്ങളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാ, വചനം കൊണ്ട് ജീവിക്കുന്നവരാ. സാത്താനോട് കർത്താവ് പറഞ്ഞൊരു പ്രധാന വാക്യം നമുക്കറിയാമല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട്, ശകലമല്ല സകല വചനം കൊണ്ട് ജീവിക്കും. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ പെന്തോക്കോസാറിൽ ബഹുഭൂരിപക്ഷവും അപ്പം കൊണ്ട് ജീവിക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ അപ്പം ബലിപ്പിച്ചു കൊടുത്തു. അത് തിന്ന് തൃപ്തി പ്രാപിച്ചിട്ട്, ഗുരു നീ എവിടെ ഇപ്പോൾ? ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഗുരു എന്താ പറഞ്ഞേ? അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്ര എന്നെ അന്വേഷിക്കണം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് സ്വത്രം പ്രവർത്തിപ്പൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഞാൻ ആ വിഷയത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കണ്ടൻസ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭാവി കാലമോർത്ത് സന്തോഷിക്കാൻ, നിത്യത ഓർത്ത് സന്തോഷിക്കാൻ, സ്വർഗരാജ്യമോർത്ത് സന്തോഷിക്കാൻ, 1000 ആണ്ട് വാഴ്ചയോർത്ത് സന്തോഷിക്കാൻ, രൂപാന്തര ശരീരമോർത്ത് സന്തോഷിക്കാൻ, പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ചയോർത്ത് സന്തോഷിക്കുവാൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് നിങ്ങൾ ഇരിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, അതോർത്ത് സന്തോഷിക്കാൻ. ഇപ്പോൾ പൗലോസ് പറയുന്ന മുഴുവൻ അതോർത്ത് സന്തോഷിക്കാൻ. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. എന്താണ് 3 പദങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ ക്രൈസ്തവ ഗോളം ബഹുഭൂരിപക്ഷം വിശ്വാസികളും മറന്നുപോയൊരു വാക്യമാണിത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്ററിനോട് ഇടുക്കിയിൽ ഞാൻ വിളിച്ച് ഈ വാക്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഈ വാക്യം എവിടെ നിന്ന് കിട്ടി? ഞാൻ പുസ്തകത്തിൽ നിന്ന് കിട്ടി. ഈ വാക്യത്തിൻ്റെ പ്രസക്തി എത്ര വലുതാണ്! ഈ കാലഘട്ടത്തിൽ ഈ വാക്യത്തിൻ്റെ പ്രസക്തി എത്ര വലുതാണെന്ന് പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. നായ്ക്കളെ സൂക്ഷിക്കുക. ആരാണ് ഈ നായ ആരാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വതം നമ്മൾ പറയും ഈ വീടിൻ്റെ വാതിക്കൽ കെട്ടിയിട്ടിരിക്കുന്ന നായ, ആ നായും ശുശ്രൂഷകനും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ഞാൻ വേറെ പറയാം. ഇവിടെ നായ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്ത് വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ, ഒരു കാലഘട്ടത്ത് ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ അതേ നിലയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ, വിശുദ്ധിയും വേർപാടും പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ. കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഇവരാരായി മാറി? സ്തോത്രം. ഞാൻ വചനം കൊണ്ട് അത് തെളിയിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം. ഹല്ലേലൂയ, സ്തോത്രം. 2:19 മുതൽ വായിച്ചാട്ടെ. കുറച്ച് വായിക്കണേ, ഇപ്പോൾ കേൾക്കണം.
തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ ആമേൻ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ആ ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ആമേൻ. അടുത്ത ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ശ്രദ്ധയ്ക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു. വിശുദ്ധ തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അതിനെ വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരുന്നത് നന്നായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചാനുണ്ട്, ഇന്ന് വന്നില്ല പുള്ളി, ജോസഫ് ചാൻ. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഒക്കെ അസുഖമായിട്ട് കിടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം ആവശ്യം ഓർത്ത്. അദ്ദേഹം കുറച്ച് നാളെ ആയിട്ടുള്ള 1.5 വർഷമായിട്ടുള്ള ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് പേടിച്ചു പോയി. എന്നോട് പറയാം, പാസ്റ്ററെ KP യോഹന്നാൻ താറാവിൻ്റെ കൂടെ നടന്നെങ്കിൽ സ്വർഗത്തെ രാജ്യത്ത് കണ്ടേന്നത്. ചിന്തിച്ചു നോക്കി, എന്തോ ഒരു കാര്യം ആ പുള്ളി പറഞ്ഞത്. KP യോഹന്നാൻ താറാവിൻ്റെ കൂടെ കിർ എന്ന് പറഞ്ഞ് അടിച്ച് നടന്നെങ്കിൽ ഇന്ന് സ്വർഗത്ത് കണ്ടേനെ. പുള്ളി അവിടെ നിന്നൊക്കെ മാറി പുള്ളി വലിയൊരു പദവിയും സ്ഥാനവും മാനവും ധനവും പേരും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? നായ പോലെ ആയിത്തീർന്നു. എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. നമ്മളെ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് സത്യമായിട്ട് പറയുക. ദൈവവചനത്തിൻ്റെ വിശുദ്ധിയും വേർപാടും അതിൻ്റെ പരിപാവനതയും നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ചെളിയിൽ ഉരുളുന്ന ഒരു നായയാണെന്ന് ഞാനല്ല പറയുന്നത്, പത്രോസ് അപ്പോസ്തലൻ പറയുക. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് ചിന്തിച്ച് വരുമ്പോൾ ആരെക്കുറിച്ച്? നായയും പിന്നെ ആരായിട്ടാണ് ഓർമ്മിക്കുന്നത്? പന്നി. ഈ 2 ജീവികളോടാണ് ശുശ്രൂഷകന്മാരെയും വിശ്വാസികളെയും താരതമ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർത്തുകൊള്ളു. ഇതൊക്കെ കുറിവാക്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കിടക്കണം. നായ്ക്കളെ സൂക്ഷിപ്പീൻ. ഈ ഒത്തിരി പറയാനുണ്ട്. 56-ാം അധ്യായം എടുക്കാം, പ്രവചന പുസ്തകം 56. യെശയ്യാപ്രവചനം സോറി, ഞാൻ പുസ്തകം പറഞ്ഞില്ലല്ലേ. അവിടെ ഒരു നായെക്കുറിച്ച് പറയുന്നുണ്ട്. അറിയാവുന്നവരെടുത്ത് വായിച്ചാട്ടെ. 56-ാം അധ്യായത്തിലെ 10 മുതൽ വായിക്കാം. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, ഊമനായ്ക്കൾ. അടുത്ത് അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. കൊതിയന്മാർ തന്നെ. അപ്പൊ നായ് ഇടയന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നിങ്ങൾ വേറെ രീതിയിലൊന്നും ചിന്തിക്കരുത്. ഞാൻ വിദേശ രാജ്യത്ത് ഒരു 10-12 വർഷം ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ഞങ്ങളവിടെ ഉള്ള സമയത്ത് പാസ്റ്റർമാരോട് ശുശ്രൂഷിക്കാനായിട്ടൊക്കെ വരും. വന്നു കഴിഞ്ഞ ശേഷം അവരുടെ പ്രധാന വിഷയം ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുത്തെ പ്രധാന ഉപദേശി ഇങ്ങോട്ട് കയ്യിലോട്ട് എടുക്കും. എനിക്കത് ഭയങ്കര വിഷമമായി മാറി. എന്നിട്ട് ചോദിക്കുക, അച്ഛാ ഒമാനിൽ ആരെങ്കിലും ഉണ്ടോ അച്ഛാ? ദുബായിൽ ആരെങ്കിലും ഉണ്ടോ അച്ഛാ? ഖത്തറിൽ ആരെങ്കിലും ഉണ്ടോ അച്ഛാ? എന്തിനാ അങ്ങ് ചോദിക്കുന്നത്? ഇവിടെ നിന്ന് ചാടി, നായയല്ലേ, ഭയങ്കര ചാട്ടമല്ലേ, ഇവിടെ നിന്ന് അവിടെ ചാടി, അവിടെ നിന്ന് ഇവിടെ ചാടി, ഇങ്ങനെ ചാടി എന്തോ ചെയ്യുക? ഒരു ഗൾഫ് യാത്ര മുടക്കിയിരിക്കുന്നവനാണ് ഞാൻ പറഞ്ഞു, എനിക്കത് നിങ്ങൾ വിളിക്കുന്നത് ദൈവമാണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് നിരാശപ്പെട്ടൊന്നും കഥയൊന്നുമില്ല. എന്നെ ദൈവം അയക്കുന്നെങ്കിൽ പോകില്ലെങ്കിൽ പോകത്തില്ല. ചുമ്മാ വല്ലവൻ്റെ കാശൊക്കെ കടം മേടിച്ച് അവിടെ നൂടുന്നൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഗൾഫിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാം കൂടി പിരിവിട്ട് ഉന്തിത്തള്ളി നാട്ടിലേക്ക് വിട്ട ചരിത്രം വരെ എനിക്ക് പറയാനുണ്ട്. ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല. സ്തോത്രം. അപ്പോൾ ഒരു ശുശ്രൂഷകൻ പത്യവചനം പത്യോപദേശം പ്രസംഗിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കേണ്ട ഒരു ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയുള്ള ഒരാളാണ് ഒരു കർത്താവിൻ്റെ ദാസൻ. 50 പേരെയും കൊണ്ട് ഓടുന്ന ഒരു ബസ്സിലെ ഡ്രൈവറെ പോലെയാണ്. ജീവൻ അവൻ്റെ കയ്യിലായിരിക്കുന്നത്. ഈ 50 പേരുടെ ജീവൻ ഈ ഡ്രൈവറുടെ കയ്യിൽ. അവർ കൊക്കയിൽ കൂടി പോകുമെന്ന് ചിന്തിക്കുമോ? ഒരു വലിയ കൊക്കയുള്ള ദേശത്തുകൂടി എയർപിൻ ടേൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആ വളവ് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഈ ഡ്രൈവർ ഒന്ന് അശ്രദ്ധമായാൽ എന്ത് പറ്റും? 50 പേരും പോകും. അതുപോലെ കർത്താവിൻ്റെ ദാസന്മാർ, സഭയെ ഉപദേശിച്ച് നടത്തേണ്ട ദൈവദാസന്മാരെന്ന് പറയുന്ന അഭിമാനിക്കുന്നവർ, അവർ പത്യവചനം പത്യോപദേശം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ ഈ 50 പേരുടെ ആത്മാവിന് ദൈവത്തോട് അവർ കണക്ക് കൊടുക്കണം. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടുന്നത് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്.
ഇഷ്ടപ്പെടാത്തത് പറയാനാണ് ആൾ കുറവ്. അക്കൂട്ടത്തിൽപ്പെട്ടാണ് ഞാനും എന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഊമനായ്ക്കൾ. ഒരു സഭയിൽ ഒരു പാസ്റ്റർ വന്ന് ദൈവവചനത്തിന് വിരുദ്ധമായ ഉപദേശം പ്രസംഗിക്കുമ്പോൾ, അത് വിരുദ്ധമായ ഉപദേശമാണെങ്കിൽ അതിനെ വിലക്കി സത്യവചനം പത്യവചനം പ്രസംഗിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അല്ലെങ്കിൽ അവൻ ആരാ? ഊമനായ. ഒരു എക്സാമ്പിൾ ഞാൻ തരാം. എഫെസോസിലെ സഭയിലേക്ക് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വന്നിട്ട് എഫെസോസ് സഭ അവരെങ്ങനെ കണ്ടെത്തി? പറഞ്ഞ ആൻറ്റിക്കറിയാതൊക്കെ പഠിക്കുന്ന ആൾ എങ്ങനെ കണ്ടെത്തി? പറഞ്ഞു. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ എഫെസോസ് സഭയിലെ പാർശ്വം വിശ്വാസികളോട് ഒന്നങ്ങോട്ട് പരീക്ഷിച്ചപ്പോൾ ഇവർ 3 കള്ളന്മാരാണെന്ന് കണ്ടെത്തി. അല്ല, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ. കള്ളന്മാരെന്ന് കണ്ടെത്തി. ഇന്നത്തെ സഭകളിൽ ഈ ദുരുപദേശകന്മാർ കയറി മേഞ്ഞാലും ആർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല. എന്താ കാര്യം? വചനം അറിയത്തില്ല, വചനം പഠിക്കുന്നില്ല, വചനം പഠിപ്പിക്കുന്നില്ല, ദൈവവചനം പഠിക്കുന്നില്ല, തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാതെ തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നായ്ക്കളെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. ആകാത്ത വേലക്കാരെന്ന് പറഞ്ഞാൽ ഈ പത്യവചനം പത്യോപദേശം പഠിപ്പിക്കാതെ നടക്കുന്നവരെല്ലാം ആകാത്ത വേലക്കാരാണ്. ചിലർ കല്യാണ ബ്രോക്കറാണ്, ചിലർ വസ്തു വാങ്ങിത്തരും. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടു, ഒരു അമേരിക്കൻ കുടുംബമാണ്, പാവം പിടിച്ചൊരു അച്ചായനും അമ്മയും വീട്ടിലുണ്ട്, പ്രായമുള്ളവർ. മക്കൾ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കുറച്ച് വസ്തു കിടപ്പുണ്ട്, 1.5 കോടിയുണ്ട്, അതങ്ങോട്ട് വിറ്റ് കൊടുക്കാൻ പറയും. ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് വലിയ വേദന അത് കേട്ടിട്ട്. പാസ്റ്റർ ഓടി നടന്ന് വിറ്റ് കഴിഞ്ഞിട്ട് പാസ്റ്റർ ചെന്നിരിക്കുക, എൻ്റെ കമ്മീഷനിങ് തരാൻ. 1.5 കോടിക്ക് എത്ര രൂപ ഉണ്ടാവും അമ്മേ? പറ. 15 ലക്ഷം അല്ലേ? ഇല്ലേ? 1.5 കോടിക്ക് കമ്മീഷൻ വ്യവസ്ഥ അല്ലെങ്കിൽ ദശാംശ വ്യവസ്ഥ അതിങ്ങനെ തരാനാ പറയുന്നത്. അവസാനം ഭീഷണിപ്പെടുത്തി ഇത് മേടിച്ചുകൊണ്ട് പോയി. ആ വഴി അങ്ങ് പോയി പുള്ളി. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത നിലയിലായി. ആൾക്കാരെല്ലാം കൂടി പിടിച്ച് ആകെ പ്രശ്നമായി. അപ്പോൾ ഈ സുവിശേഷ വേലക്കാരാരാന്ന് ചോദിച്ചാൽ നായ്ക്കളുണ്ട്, ആകാത്ത വേലക്കാരുണ്ട്. തൃശ്ശൂരിൽ നിങ്ങൾക്കറിയാമില്ലെന്ന് അറിയത്തില്ല, ചില പാസ്റ്റർമാർ ലോട്ടറിയുടെ 1.5 ലക്ഷം 1 ലക്ഷം രൂപയുടെ ലോട്ടറി അതിൻ്റെ പറയുക ചീട്ട് അവിടെ നിന്ന് മൊത്തമായിട്ട് എടുത്തിട്ട് മേശകളിലോട്ടും കച്ചവടം ചെയ്യാനായിട്ട് വിശ്വാസികളെ ഏൽപ്പിക്കും. അവരാകാത്ത വേലക്കാരാ. നമ്മളെ ലോട്ടറി കച്ചവടം ചെയ്യാനല്ല വിളിച്ചേക്കുന്നത്. വീടും വസ്തുവും വേണമെങ്കിൽ പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്റർ അത് മേടിച്ചു തരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പാസ്റ്റർ ഒരു ബ്രോക്കറാ. ഒരു പെണ്ണിനെ വേണം, ഒരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്ത് ചെയ്യും? കൊണ്ടേ കൊടുക്കും. എൻ്റെ ഈ ശുശ്രൂഷ വേളയിൽ ഒത്തിരി പേര് എന്നോട് പറയും, ഞാൻ ആദ്യം തന്നെ പറയും, ഈ പരിപാടി മാത്രം എന്നോടൊന്നും പറഞ്ഞേക്കല്ലേ ദൈവത്തെ പറഞ്ഞു. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വരാം, ഞാൻ വരാം. മറ്റുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. അതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക. എൻ്റെ ശുശ്രൂഷ അതല്ല. സുവിശേഷകൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലെന്ന് ഞാൻ അവരെ പറഞ്ഞ് പഠിപ്പിക്കും. ഇത് പറയാനുണ്ടായ ചേതോ വികാരം, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ. ദൈവവചനം പ്രസംഗിച്ച് നടത്താനാണ് ദൈവദാസന്മാരെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്ന അവർ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ഉറ്റിരിക്കും. ഞാനതാ ചെയ്യുന്നത്. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു കാര്യത്തിൽ ഇടപെടാൻ നമ്മളില്ല. അങ്ങനെ ഇടപെടാൻ തുടങ്ങിയാൽ പിശാച് ആ വഴി അങ്ങ് വലിച്ചുകൊണ്ടങ്ങ് പോകും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് വീട് വേണോ, കാറ് വേണോ, എന്ത് വേണോ, സെക്കൻഡ് ഹാൻഡ് കാർ വേണേൽ പാസ്റ്ററോട് പറഞ്ഞാൽ മതി. പാസ്റ്റർ 4-5 മേടിച്ച് ഇട്ടിട്ടുണ്ടാവും വീട്ടിൽ, നമുക്ക് കൊണ്ടേ തരും. ആക്കും കൊള്ളാത്ത നമ്മളെ മണ്ടയ്ക്ക് വിളിച്ചിട്ട് രാജ്യം കൊണ്ട് പുള്ളി പോകും. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നായ്ക്കൾ, ആകാത്ത വേലക്കാർ. ഇനി വിച്ഛേദനക്കാർ ആരാണ്? ആരാ വിച്ഛേദനക്കാർ? നമ്മുടെ വീക്ഷണം മറുപടിയായിട്ട് പറയാൻ കുഴപ്പമില്ല. ആരാ വിച്ഛേദനക്കാരെ? പരിച്ഛേദനയുടെ ഉപദേശം പ്രസംഗിക്കുന്നവർ, ന്യായപ്രമാണം പ്രസംഗിക്കുന്നവർ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കാം. നമുക്ക് അതിലൂടെ ഒന്ന് തെളിയിച്ചു തരാൻ താല്പര്യമുണ്ട്. ഗലാത്യർ 3-ന്റെ 1-2 വാക്യം. ബുദ്ധിയില്ലാത്ത ഗലാത്യർ, ആരാണ് ഈ ശുദ്രം ചെയ്ത് മയക്കിയത്? യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർപ്പും പ്രസംഗിച്ച് ഗലാത്യ ദേശത്തിലെ വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നടത്തിയ ആ പൗലൂസിൻ്റെ നിർമ്മലമായ സുവിശേഷം വിട്ട് ന്യായപ്രമാണത്തിലെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അനുസരിച്ചാലേ ദൈവരാജ്യത്ത് പോകാൻ പറ്റുള്ളൂ എന്ന് പരിച്ഛേദനയുടെ ഉപദേശം പ്രസംഗിച്ച ഒരു കൂട്ടർ ഗലാത്യ സഭയിൽ നുഴഞ്ഞു വന്നു. അവരാണ് ക്ഷുദ്രപ്രയോഗം ചെയ്തവർ. വലിയ ഗഹനമായ പഠനങ്ങളാണ് കേട്ടോ. ഇനി പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ ഈ വാക്യം പറയുമ്പോൾ ഓരോന്ന് നമ്മൾ തെളിച്ച് പോകണം. അതിനാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുക്കുന്നത്. 15-ന്റെ 1-ാം വാക്യം, യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിക്കാതെ പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് അവരെ ഉപദേശിച്ചു. മനസ്സിലായല്ലോ എന്താ അവിടെ വായിച്ചു കേട്ടത്? രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കഴിഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. എവരാണ് ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ? ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലും ഒരു ക്ഷുദ്രപ്രയോഗമാണ്. ഞാനത് തെളിയിച്ചു തരാം, അതുകൊണ്ട് ചുമ്മാ പറയുകയല്ല. ഗലാത്യ ലേഖനം, ഇതൊക്കെ തെളിയിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവർ, അതുകൊണ്ടായി തെളിയിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. സമയമില്ലാതെ ഞാനങ്ങ് വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. ജനിച്ച ദിവസം, കല്യാണ ദിവസം, മരണ ദിവസം, ആ ദിവസം, ഈ ദിവസം അത് ആഘോഷിക്കുന്നത്. ഞാൻ അവസാനം പൗലോസ് എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ. നിങ്ങളോട് ഉപദേശം പറഞ്ഞതൊക്കെ, അതായത് ഈ യഹൂദന്മാർ അവർക്ക് ഈ പെസഹ അവർ കൊണ്ടാണ്. 430 സംവത്സരം അടിമത്വത്തിൽ കടന്ന ആ ജനത്തെ വിടിവിച്ച് കൊണ്ടുവന്ന പെസഹയുടെ സന്തോഷം അവരത് കൊണ്ടാടുന്ന ഒരു രീതി അവർക്കുണ്ട്. അതുപോലും പുതിയ നിയമസഭയ്ക്കില്ല. ഇവിടെ ജനിച്ചൊരു കൊച്ചിനെ വെച്ച് എന്ത് ചെയ്യുക? ബർത്ത്ഡേ ആഘോഷിക്കുക. 85 വയസ്സുള്ള മുതുക്കനായ അമ്മാമ്മയും അച്ചായനെയും കൂടി അമേരിക്കയിൽ നിന്ന് മക്കൾ വിളിച്ച് ഒരു അമ്മച്ചി പാസ്റ്ററെ വിളിച്ചൊരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചൊരു ബിരിയാണിയൊക്കെ കൊടുത്തോ, ഒരു കേക്കൊക്കെ മുറിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉപദേശത്തിന് എതിരാണെന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുക, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി. എന്താ കാര്യം? നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്നു. എനിക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയൊരു മനുഷ്യൻ ഇത് ചെയ്തിട്ട് ഞാനത് കേട്ട് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. കുറഞ്ഞ പ്രസ്ഥാനമാണെങ്കിൽ പോട്ടെ നോക്കാം, പ്രസ്ഥാനമൊന്നും പറയുന്നില്ല, പാസ്റ്റർ പേരും പറയുന്നില്ല. ഒരു മെഴുകുതിരിയൊക്കെ കൊണ്ടുവന്ന്, ഒരു വലിയ വട്ടക്കേക്കൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കുത്തിക്കയറ്റി തീയൊക്കെ കത്തിച്ച്, മെഴുകുതിരി വെച്ച് കത്തിച്ച്, ഊതി അണച്ച്, കേക്ക് മുറിച്ച്, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വിശ്വാസികൾക്കും പാസ്റ്റർമാരെല്ലാം കൂടി തിന്ന് ഹാപ്പി ബർത്ത്ഡേ കൂടി കൈയടിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് പറഞ്ഞോ വെറുതെ ആയിപ്പോയി. പൗലൂസാണ് ദൈവസഭയുടെ ഉപദേഷ്ടാവ്. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ സഭയുടെ പില്ലേഴ്സ്, സഭയുടെ തൂണുകൾ അവരാണ്. അവർ പറയുന്ന ഉപദേശത്തിലാണ് ദൈവസഭ നിൽക്കേണ്ടത്. അവർ പറയുന്ന ഉപദേശം വിട്ടുകളഞ്ഞാൽ സഭ എവിടെ പോയി? ദുരുപദേശത്തിലേക്ക് പോയി, സഭ അനാത്മീയത്തിലേക്ക് പോയി. പിന്നെ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കർത്താവിൻ്റെ ഒരു കൈവിടപ്പെട്ടു പോയിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗങ്ങൾ നന്നായി നിങ്ങൾ പഠിച്ചെടുക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക, പരിച്ഛേദന ഉപദേശം പ്രസംഗിക്കുന്നവരെ സൂക്ഷിക്കുക. അടുത്ത്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ നാം പരിച്ഛേദനക്കാരാണ്. ഏത് പരിച്ഛേദനക്കാർ? നമ്മുടെ പരിച്ഛേദന എന്താണ്? കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് ആ പരിച്ഛേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവനിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന.
ആക്ഷരിക പരിച്ഛേദന യഹൂദന് കൈകൊണ്ട് ചെയ്യുമ്പോൾ, ഇവിടെ ദൈവവചനം പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വിശ്വസിച്ച് ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരം, മാനസാന്തരം, വീണ്ടും ജനനം, റാഡിക്കൽ ചേഞ്ച്, അതാണ് പരിച്ഛേദന. അപ്പോൾ ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന പരിച്ഛേദന എന്താണ്? നാമല്ലോ പരിച്ഛേദനക്കാർ, നാമാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. ഹൃദയ രൂപാന്തരം, മാനസാന്തരം, വീണ്ടും ജനനം. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ എത്ര പേർക്ക് ഹൃദയ പരിച്ഛേദന കിട്ടി? 3000. അങ്ങനെ പറയണം മറുപടി. 3000 പേർക്ക് ഒറ്റ ദിവസം കൊണ്ട് പരിച്ഛേദന കിട്ടി. ഈ പരിച്ഛേദന ഹൃദയത്തിനുണ്ടാകുന്ന രൂപാന്തരമാണെന്ന് പുതിയ നിയമ വിശ്വാസികൾക്ക് പോലും അറിയത്തില്ല. അവർ വെച്ചിരിക്കുന്ന പണ്ടത്തെ ആ കത്തിപ്രയോഗമാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇരിക്കുക. അത് ചെയ്യുന്നവരുണ്ട് അത്ര എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, എനിക്കറിയത്തില്ല. മൂക്കത്ത് നമ്മൾ വിരൽ വെച്ച് ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിരിക്കുക. പൗലൂസിൻ്റെ ഉപദേശങ്ങളും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളും പഠിച്ചു വരുമ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം മാറും. ഞാൻ പറഞ്ഞല്ലോ, അവരാണ് സഭയുടെ പില്ലേഴ്സ്, അവരാണ് സഭയെ താങ്ങി നിർത്തുന്നത്, അവരുടെ ഉപദേശത്തിലാണ് സഭ നിൽക്കുന്നത്. അതുകൊണ്ടത് ക്ലിയറായിട്ട് ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ ദൈവം നിയമിച്ചു വച്ചിരിക്കുന്നു. ഇനി വേറൊരു ഭാഗത്തൂടി എഫേസ്യർ 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി ദൈവം നിയമിച്ചു വച്ചിരിക്കുന്നത് എന്തിനാണ്? അമേരിക്കയിലുള്ള ഒരു സായിപ്പിനെ ഡൽഹിയിൽ അംബാസഡറായിട്ട് നിയമിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് നിയമിച്ചു വെച്ചേക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും കൊടുത്ത് ഇവിടെ നിയമിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ? അവിടെ രാജ്യത്തെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ സെനറ്റിൽ അവർ പാസ്സാക്കി എടുക്കുന്ന നിയമങ്ങൾ ഇന്ത്യയോടുള്ള ബന്ധത്തിൽ നമ്മളോട് അറിയിക്കാൻ ഒരു അംബാസഡറെ വെച്ചിരിക്കുക. അയാൾ പറയുന്നതിനാണ് വാല്യൂ. അപ്പോസ്തലന്മാരെ കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, വി ആർ ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അംബാസഡർമാരാണ്. അപ്പോൾ ദൈവം ആക്കി വെച്ച അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേട്ടനുസരിച്ച് ജീവിച്ചാലേ ക്രിസ്തുവിൻ്റെ പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പൗലോസ് പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ നമ്മുടെ പ്രശംസ ക്രിസ്തുവിലായിരിക്കും. ഗലാത്യ ലേഖനം 4:12 തോന്നുന്നു. 4:12 ദൈവമക്കളൊന്ന് വായിച്ചേ. നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഞാനങ്ങ് വായിക്കും, അതേ ഉള്ളു വഴി. 5:14 എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. പ്രശംസ കർത്താവിലായിരിക്കണം. നാം ആണ് പരിച്ഛേദനക്കാർ. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരാണ് പരിച്ഛേദനക്കാർ, യഥാർത്ഥ ആത്മീക പരിച്ഛേദനക്കാർ. നാമല്ലോ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകം നമ്മളിലേക്ക് വരരുത്, നാം ലോകത്തിലേക്ക് പോകരുത്. അതാണ് യഥാർത്ഥ ഉപദേശം. ലോകത്തിൽ കിടന്ന് മെഴുകി പിന്നെ ദൈവത്തെ കൂടി വിളിച്ചാൽ ദൈവം കേൾക്കത്തില്ല. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താനാണെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താനായിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് സൂക്ഷിക്കണം. ഈ ലോകത്തിൻ്റെ മൊബൈൽ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ കണ്ട ചപ്പും ചവറും ഒക്കെ നമ്മുടെ ആത്മീക ജീവിതത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറാണെന്ന് ഞങ്ങളൊക്കെ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സ്തെഫാനോസ് മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം വിളിച്ചു പറഞ്ഞു, അതെൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നു. അവർ കൈപ്പണിയിൽ, മനുഷ്യൻ്റെ കൈപ്പണിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പറഞ്ഞേ, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനുണ്ടാക്കിയതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ കൈപ്പണിയായ ഈ ലോകത്തിൻ്റെ ഗാർബേജിൽ, വേസ്റ്റിൽ സന്തോഷിക്കുന്നവരല്ല ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾ ആരിൽ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം. ഞാൻ മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. അടുത്ത 4-ാം വാക്യം. പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെന്ന് തോന്നിയാൽ, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാൻ തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം. ഈ പൗലോസ് പറയുന്ന ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. ജഡത്തിൽ ആർക്കെങ്കിലും ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് ഏറ്റവും അധികം. കാരണം ഞാനൊരു യഹൂദനാണ്, ഞാനൊരു പരീക്ഷനാണ്, ഞാനൊരു യഹൂദ റബിയാണ്, ഞാൻ 2 PhD ബിരുദമുള്ളവനാണ്, ഞാനൊരു 2 കപ്പലുടമയുടെ മകനാണ്. 3 PhD ബിരുദം പൗലോസിനുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുക. 3, 4, 2 എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആകട്ടെ, PhD ബിരുദം പൗലോസിനുണ്ടായിരുന്നു. അതിന് തതുല്യമായ അറിവും കഴിവും അവനുണ്ടായിരുന്നു. ഒരു വലിയ ധനാഢ്യനായിരുന്നു. സ്തോത്രം. ആ പൗലോസ് 5-6 വാക്യങ്ങളിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വായിച്ചാട്ടെ ആൻറ്റി, ഒന്ന് വായിച്ചാട്ടെ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ
ബെന്യാമീൻ ഗോത്രക്കാരൻ. ഇസ്രയേൽ ജാതിക്കാരൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പുള്ളിയാണോ? 56 അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഇസ്രയേൽ രാജ്യം കിടക്കുക. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്കൊക്കെ പേടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇടയ്ക്കൊരു പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇതിനോട് സംബന്ധിച്ച് ഞാൻ പറയുക. ഇസ്രയേൽ ആരാണെന്ന് പറഞ്ഞപ്പോൾ ഈ ചിന്ത പറയുകയാണ്, അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. സാധാരണ മനുഷ്യനൊക്കെ ജീവിക്കുന്നത് ഭൂമിയുടെ മുകളിലാണ്. ഇവന്മാർ അടിയിൽ കയറിയിരിക്കുക, കുഴിയും കുടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ഇവർക്ക് എതിരാളികളെ 2 മിസൈൽ അടിച്ചിട്ട് അടിയിൽ പോയി പാത്തിരിക്കുക, അവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് ഇഷ്ടം പോലെ സുഖിച്ചുകൊണ്ടിരിക്കുക. അതെന്തൊരു ജീവിതമാണ്! അപ്പം അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭീരുക്കളാണ്. ഇസ്രയേൽ പറയും, നിങ്ങൾ ഫേസ് ടു ഫേസ് യുദ്ധം ചെയ്യാൻ. നിങ്ങൾ എന്തിനാ ടങ്കറിൽ കയറിയിരിക്കുന്ന, ടണലിൽ കയറിയിരിക്കുന്നത്? അപ്പോൾ ഇസ്രയേൽ ജാതിക്കാരെന്ന് പറഞ്ഞാൽ അത്ര പവർഫുള്ളാണ്. അതാ പൗലോസൂടെ പറയുന്നത്, 8-ാം നാളിൽ പരിചയപ്പെട്ടവൻ ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രം. ബെന്യാമിൻ ഗോത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കടിച്ചു കീറുന്ന ചെന്നായി എന്നാണ് ബെന്യാമിനെ പറയുന്നത്. അപ്പം ഒരു പേടിയില്ലാത്തൊരു മനുഷ്യനാണ് ഇസ്രയേലിനായ ഈ പൗലോസ്, ബെന്യാമിൻ ഗോത്രക്കാരൻ. അടുത്ത എബ്രായൻ ജനിച്ച എബ്രായ യോന. പെട്ടകത്തിൻ്റെ ഉള്ളിൽ കിടന്ന്, കപ്പലിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് അവനെ അടിച്ചെണീപ്പിച്ചിട്ട് നീ ആരാന്ന് ചോദിച്ചു. അപ്പം യോന എന്താ പറഞ്ഞേ? കടലും കരയും ഉണ്ടാക്കിയ എബ്രായനാണ് ഞാൻ, ദൈവത്തെ സേവിക്കുന്ന എബ്രായനാണ്. വലിയ വിലയുള്ളവനാണ്. ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെ പോലെ അല്ലെങ്കിൽ അവരുടെ പൗരോഹിത്യത്തിനുള്ള വാല്യൂ ഇന്ന് ഭൂമിയിലുള്ള ഒരു ജാതിക്കില്ലെന്ന് ഓർത്തോണം, ഒരു മനുഷ്യനില്ലെന്ന് ഓർത്തോണം. ഈവൺ അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ പോലും, ജർമ്മനിക്കാരനാണെങ്കിൽ പോലും, കാനഡക്കാരനാണെങ്കിൽ പോലും ഒരു ഇസ്രായേൽ പൗരനോടുള്ള വാല്യൂ ആത്മീയമായിട്ടാണ് കേട്ടോ, മറ്റു രീതിയിലല്ല, ആർക്കുമില്ല. അത്ര കരുത്തനായ ഒരു മനുഷ്യനാണ്. 7 കൂട്ടം കാര്യങ്ങൾ പറയുന്നത്. 8-ാം നാളിൽ പരിചയം ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. അടുത്ത് അനിന്യൻ. അനിന്യൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലെ നീതി അനുഷ്ഠാനിക്കുന്നതിൽ, അത് ആചരിക്കുന്നതിൽ ആരും എന്നെ നിന്ദിക്കത്തില്ല, ഞാൻ പക്കയാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നിത്യജീവനം പ്രാപിക്കാനൊരു സഹോദരൻ അവനോട് കർത്താവ് പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കണം കർത്താവ് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ദൈവവിമോചന പ്രമാണം അനുസരിക്കുക. അവൻ എന്താ പറഞ്ഞു? നമ്മൾ അവൻ്റെ കീഴെ നിൽക്കത്തുള്ളൂ. നമ്മളല്ല. മോചന പ്രമാണം മുടിതാര് കയറി അനുസരിച്ച് വന്നവനായ യേശുവിൻ്റെ പറയുക വന്ന ചെറുപ്പക്കാരൻ. അറിയോ? യഹൂദന്മാരുമായിട്ടുള്ള സംഭാഷണം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചാൽ, നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും പറഞ്ഞു അനുസരിക്കുന്നില്ല. യഹൂദന്മാരോട് പറയുക കർത്താവ്, നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചു, പക്ഷെ നിങ്ങൾ അനുസരിക്കുന്നില്ല. ഇവിടെ ഈ ചെറുക്കൻ പറയുന്നത്, ചെറുപ്പം മുതലേ ഞാൻ അനുസരിച്ചു വരും. അത് തന്നെയാണ് പൗലോസിനും പറയാനുള്ളത്. ന്യായപ്രമാണം മുടുനാറ് കീറി അനുസരിച്ചു കൊണ്ടിരുന്ന ഒരു പൗലോസ്. അടുത്ത 7-ാം വാക്യം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പദവികളൊക്കെ പൗലോസിന് ലാഭമായിരുന്നു. ഒരു യഹൂദ റബ്ബി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു വിലയുള്ള ഒരാളാണ്. നിങ്ങൾക്കറിയാം, ഈ മൊബൈലിലൊക്കെ നമ്മൾ കണ്ടു കാണും, അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അത് അവരുടെ പുരോഹിതന്മാർ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി, കോട്ടൊക്കെ ഇട്ട്, ടൈയൊക്കെ കെട്ടി, അവർ വലിയ ഭയഭക്തിയോടെ ആ വിലാപമതിലിൽ പോയിട്ട് ഇങ്ങനെ തലയിട്ടടിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. റബ്ബിമാരാണത്. അല്ലാത്തവരും പ്രാർത്ഥിക്കും. വലിയ ഭയഭക്തിയുള്ളവരാണ്, വലിയ വാല്യൂ ഉള്ള ആൾക്കാരാണ് അവരെ. യഹൂദ മതാനുസാരികളെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കഴിവുള്ളവരും പ്രാപ്തന്മാരും ധനാഢ്യന്മാരും ജ്ഞാനികളുമാണ്. പൗലൂസിനെ കുറിച്ച് പറയുമ്പോൾ സന്നിധി സംഘത്തിലെ ഒരു അംഗമാണ്. സന്നിധി സംഘത്തിലെ അംഗം എന്ന് പറഞ്ഞാൽ ഒരു കോടതി ജഡ്ജിൻ്റെ വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. അവർ 3-4 പേര് ചേർന്ന് വേണമെങ്കിൽ ഒരുത്തനെ കൊല്ലാനുള്ള വിധി പുറപ്പെടുവിക്കാം. അത്രത്തോളം അധികാരം കയ്യിലുള്ള മനുഷ്യൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ അധികാരപത്രവുമായിട്ട് വന്നപ്പോഴാണ് ദൈവനെ സന്ദർശിക്കുന്നത്. അത്രയും വിലയുള്ളൊരു മനുഷ്യൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. ഈ പൗലൂസിനെ പോലെ പദവികളുള്ള, അറിവുള്ള, കഴിവുള്ളൊരു മനുഷ്യൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ആ മനുഷ്യനാണ് പറയുന്നത്, എനിക്ക് 7 കൂട്ടം കാര്യങ്ങൾ എണ്ണി പഠിച്ചോണം കേട്ടോ. വചനം വായിച്ച് എണ്ണി പഠിക്കണം 7 കൂട്ടം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. 1, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ആരും എന്നെ നിന്ദിക്കില്ല, എങ്കിലും
എനിക്ക് ലാഭമായിരുന്ന ഈ പദവികളൊക്കെയും ക്രിസ്തു നിമിത്തം. നമ്മളൊക്കെ ഈ പൗലൂസിൻ്റെ മുമ്പിൽ എന്താ ഉള്ളത്? നമുക്ക് എന്ത് അറിവുണ്ട്, എന്ത് കഴിവുണ്ട്, നമുക്ക് എന്ത് പ്രാപ്തിയുണ്ട്? ഈ വലിയ മനുഷ്യൻ്റെ ആ ക്രിസ്തു ദർശനത്തെ നമ്മളൊന്ന് ഒപ്പിയെടുക്കാമോ ഇന്ന് തൽക്കാലം? ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്ത്യാനികളെയോ ക്രിസ്തുവിനെതിരെ ഉപദ്രവിക്കാനായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ, ശൗലേ ശൗലേ നീ എന്നെ ആര് ഉപദ്രവിച്ചു? കർത്താവിനെ സഭയെ ഉപദ്രവിച്ചു. നമുക്ക് സഭയുടെ വാല്യൂ നമുക്കറിയത്തില്ല, നമ്മുടെ വില നമുക്കറിയത്തില്ല. നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് കോടതിയും കേസും ഇറങ്ങാനായിട്ട് ഇന്ന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരുന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കേട്ടു. ഒരു പാസ്റ്ററിനോടൊരു സുവിശേഷ വിരോധി പറഞ്ഞ് നിൻ്റെ കഴുത്തെടുക്കാൻ പോകാമെന്ന്. പുള്ളി പേടിച്ച് വിറച്ച് അടുത്തുള്ള പാസ്റ്ററെയൊക്കെ വിളിച്ചുകൊണ്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന്, പാസ്റ്ററെ അല്ല സാറേ എന്നെ കൊല്ലാൻ പോകാമെന്ന്. ഇതിനെയും പേടിക്കുന്നു. ഞാനൊരു പൊങ്ങച്ചം പറയില്ല, ഞാനാണെങ്കിൽ പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. എന്തിനു പോകാൻ? ശിഷ്യന്മാരൊക്കെ എങ്ങനെയാണ് മരിച്ചത് ആൻറ്റി എന്ന് പറഞ്ഞു കൊടുത്തേ. 12 ശിഷ്യന്മാരിൽ 11 പേര് എങ്ങനെ മരിച്ചു? രക്തസാക്ഷികളായി മരിച്ചു. അപ്പം ഞാനൊരു കർത്താവിൻ്റെ ശിഷ്യനാണെങ്കിൽ രക്തസാക്ഷിയാൻ എന്താ മരിക്കണ്ടേ? അപ്പം ഞാൻ കള്ളസാക്ഷി, അതുകൊണ്ടാണ് മരിക്കാൻ ഞാൻ പടം കളിച്ച് നടക്കുക. ഇന്ന് ശിഷ്യന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും വ്യാജന്മാരാണെന്ന് മനസ്സിലാക്കും. കാരണം അവർക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമില്ല, അവർ ദൈവവചനം അനുസരിക്കുന്നില്ല. പത്രോസിനെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞേ? തലകീഴായി ക്രൂശിച്ചു. എന്താ കാര്യം? അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവിനെ നേരെ ക്രൂശിച്ചു. ഞാൻ അവൻ്റെ പാദം ചുംബിച്ചുകൊണ്ട്, അങ്ങനെ ആ ഒരു പഠനം അതിൽ കിട്ടുന്നത്. കർത്താവിൻ്റെ ഭൂമി, സ്വർഗം നിൻ്റെ സിംഹാസനം, ഭൂമി നിൻ്റെ പാദപീഠം. അപ്പോൾ കർത്താവിൻ്റെ പാദം ചുംബിച്ച് ഞാൻ മരിച്ചോളാം, അതുകൊണ്ട് എൻ്റെ തലകീഴായി ക്രൂശിക്കുന്ന പത്രോസ് പറഞ്ഞു. പേടിച്ചോടിയില്ല. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു, കാറിക്കൂകിയില്ല. കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ? ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞു, സ്തെഫാനോസ് പറഞ്ഞു. ശിഷ്യന്മാരെല്ലാം സന്തോഷത്തോടെ മരണമേറ്റു. ഇവിടെ ഒരുത്തൻ ഓടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, എന്നെ കൊല്ലാൻ പോവാണ് സാറേ, എന്നെ വിടുവിച്ചോളേ. എൻ്റെ അർത്ഥം എന്താ? ഭീരു. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അവിടെ ദൈവപുരുഷൻ കുറേ പേരെ തിരഞ്ഞെടുക്കുമല്ലോ. പേടിയുള്ളവനൊക്കെ എന്ത് ചെയ്യുക? പൊക്കോളേട്ടെന്ന് പറഞ്ഞു. പേടിയില്ലാത്തവനൊക്കെ നിന്നാൽ മതി. അവിടെ ഒരു പഠനമുള്ളത് ഞാൻ പറഞ്ഞു പോകാം. 300 പേരെ അവിടെ തിരഞ്ഞെടുത്തു. 10,000 പേരിൽ നിന്ന് 300 പേരെ തിരഞ്ഞെടുത്തു. പണ്ടൊക്കെ ഞാൻ പഴയ നിയമം പ്രസംഗിക്കുന്നതിൽ ഉസ്താദാണ്, ഇപ്പോൾ അതൊക്കെ വിട്ടുകളഞ്ഞു. ഈ പുതിയ നിയമം കൂടുതലും പ്രസംഗിക്കുന്നത്, എങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം 300 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ 300 പേരെ സെലക്ഷൻ ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ എന്ന് പറഞ്ഞ്? വെള്ളം നക്കി കുടിക്കുന്നു, നായ നക്കി കുടിക്കുന്ന പോലെ. അപ്പോൾ അതിലൊരു പഠനം, ഒരു വേദപണ്ഡിതൻ അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അത് പറയാനാണ് ഇനി പറഞ്ഞു വന്നത്. ഈ നായ വെള്ളം കുടിക്കുമ്പോൾ നായ്ക്കുള്ളൊരു ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. വെറുതെ കണ്ണടച്ച് ഇങ്ങനെ കുടിക്കത്തില്ല. വെള്ളം ഇങ്ങനെ നക്കി കുടിക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് വായിക്കും, ശത്രു വരുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് അതിൻ്റെ പഠനം. ശത്രു വരുമ്പോൾ അവൻ്റെ മുമ്പിൽ കണ്ണുടച്ചിരുന്ന് അവൻ്റെ കുന്തം നെഞ്ചത്ത് കുത്തിക്കയറുന്നതല്ല, ശത്രുവിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഒരു ദൈവവേദലിൻ്റെ സ്വതന്ത്ര ഉത്തരവാദിത്വം. അത് എങ്ങനെ പ്രതിരോധിക്കുക? ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കുക. ഒരു സുവിശേഷകനോട് എതിർത്ത് നിൽക്കുന്നത് RSSകാരനല്ല, BJPക്കാരനല്ല, പിശാചിൻ്റെ ആത്മാവ് അവനിലുള്ള പിശാചിൻ്റെ ആത്മാവിനോട് നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ആത്മശക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചവനോട് എതിർത്ത് നിൽക്കുക. അപ്പോഴാണ് നമുക്ക് വിജയം കിട്ടുന്നത്. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ പല സ്ഥലങ്ങളിലും ചെയ്തത്. എന്നാൽ അവസാനം അവർക്കൊരു മരണം വേണം, അതിനുവേണ്ടി അവർ രക്തസാക്ഷ്യം വരിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ രീതിയിലും നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇവിടെ പറയുന്നത്, എനിക്ക് ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു.